നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാല് ഇവിടെ എന്താ മാനുസേ ഇതിന്റെ പേര് ജോസ് ക്രാബ് ഷാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് അവിടെ ഞണ്ട് മാത്രമേ കിട്ടുള്ളൂ. അതും എവിടുത്തെ അലാസ്കൻ ഞണ്ടുകളാണ് അവിടെ പ്രത്യേകിച്ചിട്ട് കിട്ടുന്നത്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോണത്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഞണ്ട്, അതായത് കിങ് ക്രാബ്, ക്വീൻ ക്രാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ട്. അതായത് എന്താണ് പറയാ, രാജാവും രാജ്ഞിയും ഒക്കെ ആയിട്ടുള്ള ഞണ്ടുകളും. അത് ഓരോ സൈസുകൾ കാണണം, എന്തോ വലുപ്പമെന്നറിയോ. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കൂടെ. അതില് എന്താണ് പറയാ, പിള്ളേർക്ക് എടുത്തു കൊടുക്കണം. ഞണ്ട് തന്നെ ഒന്നും കഴിക്കാൻ അറിയില്ല. പക്ഷെ വേറൊരാൾക്കും ഞണ്ട്, നമ്മള് അവിടെ വലിയ വലിയ ഞണ്ടുകളാണ് ഇത് കിട്ടുക. അപ്പോൾ കിങ് ക്രാബ്, ക്വീൻ ക്രാബ് ഒക്കെയാണ് കിട്ടുന്നത്. നമ്മള് അലാസ്കൻ ഞണ്ടുകൾ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഞണ്ടുകളാണ്. ബിക്കോസ് അതിന്റെ മീറ്റ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞാനൊരു ഫാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണേട്ടന് ആകെ കൂടെ ഒരു സമാധാനം എന്താ വെച്ചാൽ അവിടെ പോയാൽ ഞാൻ പിന്നെ മിണ്ടില്ല. ഞാനുണ്ട് എന്റെ പണിയുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ പോകുന്നത് എന്തിനാ, കഴിക്കാനാണ്. അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം മൂപ്പര് ഡ്രൈവിംഗ്. എന്ത് ഞണ്ട്, അതെന്താ കാരണം? എടുത്ത് കഴിക്കാൻ അറിയില്ല. അതങ്ങട് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. ഈ മനുഷ്യനെ കാണുന്നുണ്ടോ? ഇല്ല. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു ഇതാ. അപ്പൊ തൃപ്തിയില്ലാത്ത മനുഷ്യന്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാല്, ഈ മനുഷ്യന് കഴിക്കാൻ അറിയില്ല. അവരവിടെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും, എന്നാലും ഇങ്ങനെ ഇരുന്ന് കഴിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിള്ളേര് ബാക്കിലുണ്ട്. യെസ്, ഒരാള് വെറും പ്രോൺസ് കഴിക്കാൻ വേണ്ടിട്ട് വരുന്ന ആളാണ്. പിന്നാലെ 2 പേരുണ്ട്. അപ്പൊ മൊത്തം ഇരുട്ട്. ലൈറ്റ് ഉണ്ടല്ലോ. ഓക്കേ, ഹലോ, ഹായ് പറയൂ കിച്ചൂസ്. അപ്പോ ഇനി നമ്മൾ പോകുന്നത്, ഇത് 2 സ്ഥലത്താണ് ദുബായിലുള്ളത്. ഒന്ന് ദുബായ് മോളിലും ഒന്ന് ഫെസ്റ്റിവൽ സിറ്റിയിലും. അപ്പോൾ നമ്മള് ദുബായ് മോളിലേക്കല്ലേ പോണ? ദുബായ് മോളിലാണ്. അതും വളരെ സൂപ്പർ ലൊക്കേഷൻ. എന്താ കാര്യം എന്നറിയോ? അവിടെ ദുബായ് മോളിന്റെ അക്വേറിയത്തിന്റെ തൊട്ടടുത്തായിട്ടാണിത്. അപ്പൊ ഇങ്ങനെ നല്ല മീനുകളൊക്കെ സൈഡിൽ കൂടെ കാണുകയും ചെയ്യാം. ഷാർക്കിനെയൊക്കെ കണ്ടുകൊണ്ടായിരിക്കും നമ്മളിത് കഴിക്കാം. സൂപ്പർ ആയിട്ടുള്ള രീതിയിൽ എല്ലാം കവറേജ് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാട്ടുള്ളൂ. ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓൺ ദ വേ ആണ്. ഇതാണ് ദുബായ് മോൾ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോളാണ്. നല്ല ഹൈ എൻഡ് ആയിട്ടുള്ള മോളാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളുള്ളിൽ. എന്ത് രസമാണെന്നറിയോ, ആ ഭാഗങ്ങളും സൂപ്പർബാണ്. അത് നമ്മൾ പാർക്കിങ്ങിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുബായ് മോളിൻ്റെ. പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് ആ എക്സ്പീരിയൻസ്, അതിൻ്റെ അക്വേറിയത്തിൻ്റെ അടുത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പറാണ്. ഇപ്പോൾ അതിൻ്റെ പാർക്കിങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു. ഇനി നമ്മൾ പോകുന്നത്, ഇവിടെ കാണുന്നത് ഐസ് റിങ്ങും ഒരു ഡൈനോസറിൻ്റെ ശരിക്കുള്ള സ്കെലിറ്റനാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അക്വേറിയം ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലും വളരെ റെയർ സ്പീഷീസ് ആയിട്ടുള്ള ഫിഷസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതാ ജോസ് ക്രാബ് ഷാക്ക്, സൂപ്പർ സംഭവമാണ്, എൻ്റെ ഫേവറേറ്റ്. ഇതാണ് ജോസ് ക്രാബ് ഷാക്ക്. ഉള്ളിൽ പോകുമ്പോൾ കണ്ടില്ലേ, സൈഡിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് വലിയ അക്വേറിയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. റെയർ സ്പീഷീസ് ആയിട്ടുള്ള മീനുകൾ ഇങ്ങനെ അടുത്തുണ്ടാവും. ഷാർക്ക് ഉണ്ട്. അപ്പോൾ ജോസ് ക്രാബ് ഷാക്കിൻ്റെ ഉള്ളിൽ അവരുടേതായിട്ടുള്ള ടീഷർട്ട്സും ആ ഒരു ആംബിയൻസ് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതാ അച്ഛനും മക്കളും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കങ്ങോട്ട് പോവാം. ഇപ്പം നമ്മളുടെ ക്രാബ് ഷാക്കിൻ്റെ മെനുവിലാണ് ഒട്ടും തൃപ്തികരമല്ലാത്ത ഒരാളിരിക്കുന്നുണ്ട്. എന്താണ് നിലപാട് പറയും?
എൻ്റെ നിലപാട് എന്ന് പറയുന്നത് വളരെ അതൃപ്തികരമായ നിലപാടാണ്. കാരണം തീരെ താല്പര്യമില്ലെന്ന് ഞാൻ തോന്നുന്നു. എന്താ കാരണം? കാരണം എനിക്കിത് കഴിക്കാൻ അറിയില്ല. അവരൊരു സാധനം തരുന്നുണ്ടല്ലോ എന്ത് അതിന് എടുക്കാൻ ഒരു സാധനം തരുന്നില്ലേ? അത് എന്തുകൊണ്ട് എടുത്തൂടാ? എടുക്കാൻ കിട്ടണ്ടേ? അതന്നെ. അപ്പോൾ ഇവിടെ വളരെ തൃപ്തിയോട് കൂടിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കളർ ചെയ്യാനുള്ള സാധനം. ഈ ബക്കറ്റ് എന്തിനാണെന്നറിയാം? നമ്മുടെ വേസ്റ്റ് ക്രാബിൻ്റെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ഇടാനും. ഇത്ര വേസ്റ്റ് ഉണ്ട്. ഇത് ഒരു ബക്കറ്റിലൊന്നും നിൽക്കാറില്ല ഞങ്ങൾക്ക്. ഇത് കൈ തുടയ്ക്കാനുള്ളതാണ്. ഇവിടെ വേറെ സംഭവങ്ങൾ വേണം, സ്റ്റേക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ രീതിയിൽ തന്നെ പോവാം അല്ലേ? നമ്മുടെ രീതി എന്താണ്? കഞ്ഞിയും പയറും അല്ല, ഇവിടെ വന്നിട്ട് അതൊന്നും കഴിക്കുന്നു. തുറക്കുക. അപ്പോൾ നമുക്ക് നോക്കാനൊന്നുമില്ലല്ലോ. നമുക്ക് നോക്കാനില്ല, ഒന്നുമില്ലേ? നോക്കാനൊന്നുമില്ലേ? പറയുന്നതാണ്. എന്നാലും അതുണ്ട്. നോക്കൂ, കണ്ടുവോ? എന്തത് മൊത്തല് സാധനം. ഹായ്, കണ്ടായിരിക്കണേ. ഇതാണ് കിങ് ക്രാബ്. ഈ കിങ് ക്രാബിൽ കുറേ ഇങ്ങനെ മുള്ളു പോലെ ഉണ്ടാവും. എനിക്കത് ഭയങ്കര പേടിയാണ് കഴിക്കാൻ. ഇത് ക്വീൻ ക്രാബാണ്. വളരെ നീറ്റ് ആൻഡ് ഡീസൻറ്റ്. കണ്ടോ, മൊത്തം അത് മാത്രമേ ഉള്ളൂ. ചെമ്മീൻ Last for the water. And your sauce. Thank you. Really like this? എന്താ ഒരു കിണറാണ്, കിണർ. അതിന്റെ കളറ് കണ്ടിട്ട് ഓർഡർ ചെയ്തത്. Wow. കളർ കണ്ട പോലെയല്ല, നല്ല പച്ചയായിരുന്നില്ലേ അത്? എൻ്റെ നോക്കൂ, ഡീസൻ്റ് ആയിട്ട് വന്നു. സിമ്പിൾ ആൻഡ് ഹംബിൾ. ജന്മം പാഴായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. എന്താ ഓർഡർ ചെയ്ത്? എന്തോ ഒരു പുല്ലല്ലേ? ഒരു പുല്ലാണത്. അതൊരു പുല്ലാണ്, പുല്ല്. വെറുത്തു. എന്തോ ഒരു ഗ്രാസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. വായിച്ചില്ലേ? പച്ചക്കളറിൽ വന്നത് താഴെ വായിച്ചില്ലേ? ഞാൻ എന്റെ കളർ കണ്ട് ഓർഡർ ചെയ്തത്. അതൊരു പുല്ലായിരുന്നു. രാവിലെ പശു പോണമായി പോവാം. അതെ, എന്നെ ഇന്ന് രാത്രി തൊഴുത്ത് കെട്ടിയാൽ മതി. അമ്മ അച്ഛൻ നാളെ Crab rice. Acha, I will come. You will cut it? Maybe this plate will reach you. Okay, and you're ready for the crab facial? Yes. Okay, we'll count up 3. Here we go. 1, 2, 3. Woo! Lick up gloves for your hands, sir. Yes, please. Yes, please. Thank you. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്രാബിനെ ആ ഒരു കാല് കണ്ടുവോ, എന്തൊരു വലുപ്പാണെന്നറിയോ. അപ്പോൾ അവർ തന്നിരിക്കുന്ന ആ ടൂൾസ് വെച്ചിട്ട് നമ്മൾ അതിനെ പൊട്ടിക്കുകയാണ്. ഞാൻ ബേസിക്കലി കാലൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ആ സ്റ്റൂള് വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ കട്ടിങ് പ്ലെയർ പോലെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടും.
എന്നിട്ട് ആ യെല്ലോ കളറായിട്ടുള്ള സാധനത്തിൻ്റെ രണ്ടറ്റത്തും ഭയങ്കര കൂർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ഉള്ളിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ദശ വരും. ഓ എൻ്റെ പൊന്നോ, എന്തൊരു ടേസ്റ്റാന്ന് പറയട്ടെ. കിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മുഖഭാവം കണ്ടാൽ നിങ്ങൾക്കറിയാം എന്തുമാത്രം ഞങ്ങൾ എൻജോയ്. ഹായ് ബോയ്സ്, ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഇന്ന് മനു ക്രാബ് കഴിച്ചില്ല. ഇന്ന് അവൻ ഫുൾ വേറെയാണ് കഴിച്ചത്, സ്റ്റേക്കാണ് കഴിച്ചത്, സ്റ്റേക്ക്. കിച്ചു എന്താ? ഹൗ ഡിഡ് യു ഫൈൻഡ്? I had 2. Yeah, you ate. How was the experience? 5. Good. Good, yeah? I recommend. Very tasty. I wish your cat would like it. Yeah, even cats like. So that's it. So had a wonderful evening with a wonderful food, right? Yep. Yep. Bye bye. Bye. കഴിച്ച് ക്ഷീണിച്ച് വയ്യാതിരിക്കുന്ന ഒരാളെ വേണമെങ്കിൽ കാണാം, അതാണ് ഞാൻ. ഓ, ഞാൻ പറഞ്ഞില്ലേ, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ സമയമില്ല, സംസാരിക്കാനുള്ള ഗ്യാപ്പില്ല. അതാണ് കണ്ണേറ്റന് ഏറ്റവും വലിയൊരു സമാധാനം, അല്ലേ കണ്ണേറ്റ? എന്താ അത്? അതാണ് ബേസിക് ഇഷ്യൂ. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് അത് ഇപ്പോഴും കഴിക്കാൻ അറിയില്ല. അതാണ് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം. അതെന്തൊക്കെ തന്നെ കൊടുത്താലും വല്ല കുരുവി കൂട് കൂട്ടണ പോലെ ഇരുന്ന് കുറച്ച് എടുത്ത് കാണിക്കണ കാണാം. ഇന്നെന്തോ ഒരു പച്ച കളർ ജ്യൂസും വാങ്ങിച്ചിട്ട് ഒരു പുല്ലായിരുന്നു അത്. വീട്ടിൽ പോയി കുറച്ച് മോരും ചോറും കിട്ടും. വില അറിയിട്ട്. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വ്ളോഗുമായിട്ട്, ഫുഡ് വ്ളോഗുമായിട്ട് കാണാം. ഇതുപോലുള്ള ഫുഡ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം ഞങ്ങൾ യാത്ര തുടരാണ്. ഓക്കെ, വീട്ടിലേക്ക് തിരിച്ചു പോണു. സാം കുട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.